നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചില സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചാണ്. ഞങ്ങളുടെ കയ്യിലൊരു ലേഖനമുണ്ട്, സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ സാധാരണക്കാർക്കുള്ള കൈത്താങ്ങ് എന്ന പേരിൽ. ഇതിൽ പറയുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷ കിട്ടും എന്നതിനെ പറ്റിയാണ്. നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ഉദ്ദേശം. തീർച്ചയായും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പദ്ധതികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. നമ്മുടെ അടുത്തുള്ള ബാങ്കുകൾ, പിന്നെ LIC, പോസ്റ്റ് ഓഫീസുകൾ, എന്തിന് കേരളത്തിലാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരെ ഇത് ലഭ്യമാണ്. അപ്പോൾ ജീവൻ, ആരോഗ്യം, അപകടം, പെൻഷൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതിലൊരു പരിരക്ഷയുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജീവൻ ജ്യോതി ബീമാ യോജന, അതായത് PMJJBY, വർഷം വെറും 436 രൂപയുള്ളൂ. അതിന് കിട്ടുന്നത് 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്. അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY, അതിന് വർഷം 20 രൂപ. അതിനും 2 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും കൊള്ളാമല്ലോ. ശരിയാണ്, ആ തുകകൾ വളരെ ചെറുതാണ്. പക്ഷേ ഒരു സംശയം, ഈ 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ ആവശ്യം വന്നാൽ അതെത്രത്തോളം മതിയാവും? ആ ചോദ്യം പ്രസക്തമാണ്. 2 ലക്ഷം എന്നത് ഇന്നത്തെ ചെലവുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ തുകയല്ലായിരിക്കാം, സമ്മതിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നുമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ്, അല്ലേ? അപ്രതീക്ഷിതമായി ഒരു മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപകടം പറ്റി ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അങ്ങനെയുള്ള സമയത്ത് ആ കുടുംബത്തിന് ഒരു താങ്ങാവില്ലേ ഈ തുക? കുറഞ്ഞ വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായും ഒരു വലിയ ആശ്വാസമാണ്, ഒരു സുരക്ഷാവലയം പോലെ. അതാണിതിന്റെ ഉദ്ദേശം. അത് ശരിയാണ്. പെട്ടെന്നുണ്ടാകുന്നൊരു പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ആരോഗ്യം. ചികിത്സാ ചെലവാണ് പലരെയും പേടിപ്പിക്കുന്നത്. അപ്പൊ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്? ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം ആയുഷ്മാൻ ഭാരത്, അതായത് PMJA പദ്ധതിയാണ്. അതെ. തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് അർഹതയുള്ള കുടുംബങ്ങൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ആശുപത്രി ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമായിട്ട് കിട്ടും. അതൊരു വലിയ കാര്യം തന്നെയാണ്. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ. അതെ. അതുകൂടാതെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഒരു ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഏകദേശം ഒരു 899 രൂപയുടെ പ്ലാനിൽ 15 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ കിട്ടുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു സാധ്യതയാണ്. അപ്പോൾ അതും കുറഞ്ഞ ചെലവിൽ വലിയൊരു പരിരക്ഷ നൽകുന്നുണ്ട്. ഈ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് കവറേജ്, അത് വലിയ രോഗങ്ങൾ വന്നാൽ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ആശുപത്രി ബില്ലുകളിൽ നിന്ന് രക്ഷ നൽകുമല്ലോ, അല്ലേ? തീർച്ചയായും അതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു വലിയ അസുഖം വന്നാൽ ആ കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നു പോകരുത്. ഇത് വെറുമൊരു പണമല്ല, ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കിട്ടുന്നൊരു ധൈര്യമാണ്, ഒരു പിന്തുണയാണ്. കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ശരിയാണ്. ഇനി ഭാവിയിലേക്ക് ഒരു കരുതൽ എന്ന നിലയിൽ പെൻഷൻ പദ്ധതികളുമുണ്ടല്ലോ. ഈ അടൽ പെൻഷൻ യോജനയെക്കുറിച്ച് പറയുന്നുണ്ട്. മാസം വെറും 42 രൂപ മുതലൊക്കെ അടച്ചു തുടങ്ങിയാൽ 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ കിട്ടുമെന്നത്. അത് കൊള്ളാം. ഇതാർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക? അടൽ പെൻഷൻ യോജന ശരിക്കു പറഞ്ഞാൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അസംഘടിത മേഖലയിലുള്ളവരെയാണ്. അതായത് ഇപ്പോൾ കൃത്യമായ ശമ്പളമോ പെൻഷനോ ഒന്നുമില്ലാത്ത സാധാരണ തൊഴിലാളികൾ, ചെറിയ കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, അങ്ങനെയുള്ളവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ തുക മാസാമാസം അടച്ചു തുടങ്ങിയാൽ 60 വയസ്സിന് ശേഷം ഒരു നിശ്ചിത തുക എല്ലാ മാസവും പെൻഷനായിട്ട് കിട്ടും. ഇത് വാർദ്ധക്യകാലത്ത് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരു വലിയ സഹായമാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവൻ, അപകടം, ആരോഗ്യം, പിന്നെ വയസ്സുകാലത്തേക്കുള്ള ഒരു വരുമാനം, ഇതിനെല്ലാം പരിരക്ഷ നൽകുന്ന പദ്ധതികളുണ്ട്. അതും വളരെ ചെറിയ പ്രീമിയത്തില്. ഏറ്റവും പ്രധാനം, സാധാരണക്കാർക്ക് ഇത് ലഭ്യമാണ്. നമ്മുടെ അടുത്തുള്ള ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഒക്കെ ചേരാനും പറ്റും. അതെ, അതാണ് ഇതിൽ നിന്നുള്ള ഒരു പ്രധാന പാഠം. സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് വലിയ വരുമാനക്കാർക്ക് മാത്രമുള്ള ഒന്നല്ല. ചെറിയ വരുമാനക്കാർക്കും ഇത്തരം സർക്കാർ പദ്ധതികൾ വഴി ഒരു സാമ്പത്തിക ഭദ്രതയും മനസ്സമാധാനവും ഒരു പരിധിവരെ ഉറപ്പാക്കാൻ സാധിക്കും. ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ കടം കയറി മുടിയുന്നൊരവസ്ഥ ഒഴിവാക്കാൻ ഇത് തീർച്ചയായും സഹായിക്കും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണത്? ഇത്രയധികം സഹായകരമായ, ഇത്ര എളുപ്പത്തിൽ ലഭ്യമായ,
വളരെ കുറഞ്ഞ ചെലവിലുള്ള ഈ പദ്ധതികളെല്ലാം നിലവിലുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രയോജനം ഏറ്റവും ആവശ്യമുള്ള എല്ലാ സാധാരണക്കാരിലേക്കും എത്താത്തത്? ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ? വേണ്ടത്ര ബോധവൽക്കരണം കിട്ടാത്തതുകൊണ്ടാണോ? അതോ ഇത്തരം സർക്കാർ പദ്ധതികളുള്ള ഒരു വിശ്വാസക്കുറവാണോ ഇതിന് പിന്നിൽ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും.